ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന കോടശ്ശേരി പഞ്ചായത്തിലെ പഴയംകുളംപാറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറകിലേക്ക് കണ്ടോ കെട്ടി നിറച്ച ഒരുപാട് സ്ത്രീകളും മുതിർന്നവരും അതുപോലെ തന്നെ പ്രായമായവരൊക്കെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാനാട്ടോ നല്ല കിതപ്പുള്ളത്. കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പഴയകുളംപാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വൃശ്ചികം 2-ാം തീയതിയാണ്. വൃശ്ചികം 1 മുതൽ 7-ാം തീയതിയാണ് ഇവിടെ ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു ആഘോഷമാണ് നടക്കുന്നത്. സ്ത്രീകൾ ഇരുമുടിക്കെട്ടിന് പകരം നെയ്ത്തേങ്ങ തലയിലേന്തി ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ കാണാനായിട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു 150ഓളം സ്ത്രീകളും അതുപോലെ മുതിർന്നവരും പ്രായമായ അമ്മമാരും എല്ലാവരും ഉണ്ട്. ഈ ഇരുമുടിക്കെട്ടിന് പകരം തലയിൽ നെയ്ത്തേങ്ങ നിറച്ച് ഭഗവാനെ കാണാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ട്. ബാക്കിൽ കണ്ടോ നല്ലൊരു നീണ്ടു നിൽക്കുന്ന നിലയായിട്ടോ നമുക്ക് കാണാൻ പറ്റാം. ഒരുപാട് പേര് തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 170ഓളം പടികൾ കയറി വേണം നമ്മുടെ ഭഗവാന്റെ തിരുനടയിലേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകട്ടോ. ഈ കാണുന്ന 170ഓളം പടികൾ കയറ്റി വേണം മുകളിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ദേഹത്തോർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും മുകളിലുള്ള കാഴ്ചകൾ കാണാം. മനോഹരമായ ഒരു ക്ഷേത്രമാണ് പഴയകുളംപാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ആരുടെ കെട്ട് ആരെ കാണാൻ സ്വാമിയെ കണ്ടാൽ സ്വാമിയെ കണ്ടാൽ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ ഭഗവാനെ ഭഗവതിയെ ഭഗവാനെ ഭഗവതിയെ ഭഗവതിയെ ഭഗവാനെ ഭഗവതിയെ ഭഗവാനെ മണികണ്ഠ അയ്യപ്പ പുലിവാഹനനെ അയ്യപ്പ പുലിവാഹനനെ അയ്യപ്പ സ്വാമിയെ അയ്യപ്പ സ്വാമിയെ അയ്യപ്പ അയ്യപ്പ സ്വാമിയെ അയ്യപ്പ സ്വാമിയെ കെട്ടും കെട്ടി കെട്ടും കെട്ടി. അങ്ങനെ ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി എല്ലാവരും മുകളിലെത്തിയിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ശിരസിലുള്ള നെയ്ത്തേങ്ങ കൊണ്ട് അഭിഷേകവും അതുപോലെ തന്നെ വിശേഷ കളഭാഭിഷേകവും ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട് വന്ന ഈ തലയിൽ നെയ്ത്തേങ്ങ വരുന്ന അമ്മമാരും അതുപോലെ കുട്ടികളും അതുപോലെ മുതിർന്ന സ്ത്രീകളെല്ലാവരും ഉണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പല ദേശത്തു നിന്നാട്ടോ. അപ്പോൾ നമ്മുടെ ഈ പഴയകുളംപാറ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ദേശങ്ങളിൽ നിന്നും പല ആളുകളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പുറമേ നിന്ന് ഒരുപാട് പേര് ഇത് കേട്ടറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ക്ഷേത്രമാണ് പഴയകുളംപാറ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതുപോലെ നെയ്ത്തേങ്ങ ശിരസിലേന്തി വരുന്ന സ്ത്രീകളുടെ ശബരിമല എന്നും കൂടിയാണ് ഈ അറിയപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കോടശ്ശേരി പഞ്ചായത്തിൽ കുണ്ടുകുഴിപ്പാടം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ. ഈ ക്ഷേത്രത്തിൽ 11 ദിവസത്തെ വ്രതമെടുത്താണ് സ്ത്രീകൾ ഈ നെയ്ത്തേങ്ങ ശിരസിലേറ്റി വരുന്നത്. സ്വാമിയെ കാണാം മോക്ഷം കിട്ടും അയ്യപ്പോ 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 സ്വാമിയെ സ്വാമിയെ അയ്യപ്പ അയ്യപ്പ അയ്യപ്പ
അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 വ്രതമെടുത്ത് ശിരസിലെത്തിയ നെയ്ത്തേങ്ങയുമായി വന്ന നെയ്ത്തേങ്ങയായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ നെയ്ത്തേങ്ങയുമായി വലം വെച്ച് തൊഴുതിന് ശേഷം നെയ്ത്തേങ്ങ ഇവിടെ ഇറക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് നെയ്ത്തേങ്ങ എടുത്ത് പൊട്ടിച്ച് നെയ്യ് മാത്രം മാറ്റിയിട്ടാണ് ഭഗവാന്റെ അഭിഷേകത്തിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിവിടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഭഗവാന്റെ വിശേഷ കളഭാഭിഷേകവും ഇതിൻ്റെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് തൊഴാൻ വേണ്ടിയാണ് ഈ കാണുന്ന ജനങ്ങളുടെ തിരക്ക് കാണുന്നത്. അപ്പോൾ വൃശ്ചികം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. 7-ാം തീയതി അയ്യപ്പ വിളക്കോട് കൂടിയാണ് സമാപനം.
പോയിരിക്കാണ്